ഹലോ ഗൈസ്, ആദർശിന്റെ പഴയ കാമുകിയുമായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് നന്ദു അത് കാണുന്നത്. അങ്ങനെ നന്ദു അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്. അതിന്റെ ബാക്കിയാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദർശിന്റെ കാമുകി മീര പറയുന്നുണ്ട്, ആദർശ് നീ ഒന്നും മിണ്ടാതിരുന്നേ, ഇവരോടൊന്നും ഇങ്ങനെ സംസാരിച്ച പോരാ. ഇങ്ങനെ പത്തി താഴ്ത്തി കൊടുത്തിട്ടാ ഇവരൊക്കെ തലേക്കറി നിരങ്ങുന്നത്. എടി, നിന്റെ രണ്ട് ചേച്ചിമാരെ അനന്തപുരിയിൽ എങ്ങനെ കയറി പറ്റിയതാണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അത് ഈ നാട്ടിൽ മുഴുവൻ പാട്ടുമാണ്. എന്ത് വേണ്ടാതിനും കാണിച്ച് ആർക്ക് വേണമെങ്കിലും വലിയ വീട്ടിലൊക്കെ കയറി പറ്റാം. എന്നാലേ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവർ കുറവാണെന്ന് മാത്രം. നിങ്ങളിപ്പോ പറഞ്ഞതിന് എനിക്ക് പറയാൻ വായില്ലായിട്ടോ പ്രവർത്തിക്കാൻ കഴിയില്ലായിട്ടോ അല്ല. ഇതൊരു പബ്ലിക് പ്ലേസാ. എനിക്ക് നിങ്ങൾക്കങ്ങനെ ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇത്തരം സംസാരങ്ങളൊക്കെ ഇവിടുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ആദർശ് നന്ദുന്ന് വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ നന്ദു ആദർശേട്ടന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒന്നും മിണ്ടാതിരിക്കും, എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ എന്റെ രണ്ട് ചേച്ചിമാരും എങ്ങനെ ആ വീട്ടിൽ കയറി പറ്റിയെന്ന്. അപ്പൊ പിന്നെ നിങ്ങളിപ്പോ ഈ ചെയ്യുന്ന എന്താ? മറ്റൊരാളുടെ ഭർത്താവിനെ അയാൾ പോലും അറിയാതെ യാതൊരു ഉളുപ്പും ഇല്ലാതെ വീഴ്ത്താൻ നടക്കുന്നു. അത് പറഞ്ഞപ്പോ മീരയുടെ നാവൊന്ന് അടങ്ങിപ്പോയിട്ടോ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ആദർശേട്ട, ഞാൻ ആദർശേട്ടനെ കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയില്ല. ഇവർ ആദർശേട്ടനെ കൈകേറി പിടിക്കുന്നു, ക്ലോസ് ആയി നടക്കുന്നു. ഇതിലൂടെ ഞാൻ വേറെ എന്താ കരുതേണ്ടത്? ഇപ്പൊ ഇത് ഈ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്നു. ആദർശേട്ടാ, ഇത് കണ്ടിട്ട് ഞാൻ എന്റെ ചേച്ചിയോട് പറയാതിരിക്കുന്നത് ഞാൻ എന്റെ ചേച്ചിയോട് ചെയ്യുന്ന തെറ്റല്ലേ? നന്ദു, നിനക്കും ഇവക്കും പറയാനുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു തീർത്തില്ലേ? ഇനി ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ആദർശെ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ നമുക്ക് ഈ റെസ്റ്റോറന്റിലേക്ക് വരണ്ട എന്ന്. നമുക്ക് എവിടെയെങ്കിലും മാറി ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കായിരുന്നു. ഇവളുടെ ചേച്ചിമാർക്കും ഇവൾക്കും ഒന്നും കൾച്ചറില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. ഇനി ഇവരെ വീണ്ടും പല സ്ഥലത്തുനിന്ന് കണ്ടെന്നും വരും. മീരെ, സ്റ്റോപ്പ് ഇറ്റ്. ദേ, ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോളണമെല്ലാം. ദയവ് ഇത് മീര എന്റെ പിന്നാലെ നടക്കുന്ന ഒന്ന് അവസാനിപ്പിക്ക്. അല്ലെങ്കിലേ ഞാൻ എല്ലാവരുടെ ചോദ്യത്തിനും ഇങ്ങനെ മറുപടി കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നീ എല്ലാവരുടെ കണ്ണിലും പൊടി വാരി വിതറാണ് മീരെ. ദേ നന്ദു, ഞാനും ഈ നിൽക്കുന്ന മീരയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ കുട്ടിയും ഞാനും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. ഈ കുട്ടിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ള സത്യ. ആദർശ്, എനിക്ക് മാത്രമായിരുന്നു നിന്നോട് ഇഷ്ടം. നിനക്ക് എന്നോട് ഇങ്ങോട്ടും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് എവിടേക്ക് പോയിട്ടുണ്ട്? ദേ മീരെ, അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഞാനിനി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. വേറൊരു ആദർശിന്റെ മുഖം നീ കാണും. നിന്റെ കരണത്തോന്നി ഞാൻ തന്നെന്നിരിക്കും. പെൺകുട്ടികളുടെ നേരെ കൈ ഉയർത്താൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നത്. പക്ഷെ നീയൊക്കെ ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിന്നെ തല്ലിയാൽ മാത്രം പോരാ. ഓഹോ, ഇപ്പൊ ആദർശിന് എന്നെ വേണ്ടല്ലേ? എന്നാ കേട്ടോടെ നന്ദു. ഈ നിൽക്കുന്ന ആദർശ്, അതും നിന്റെ ചേച്ചിയുടെ ഭർത്താവ്, ഈ ആദർശും ഞാനും തമ്മിൽ പിരിയാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. അതിപ്പോ തൽക്കാലം നിന്നെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. കേട്ടോടി. നീ ഒന്നോർത്തോ നന്ദു, എന്തായാലും നിന്റെ ചേച്ചിയെ ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കും. ദേവയാന അമ്മയുടെ മനസ്സിൽ ഞാൻ നല്ലൊരു സ്ഥാനം കണ്ടെത്തും. നോക്കിക്കൂടി, ഇതെന്റെ വെല്ലുവിളിയാ. ഇത് കേട്ടപ്പോ നന്ദുവിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നന്ദു നേരെ പോയിട്ട് അവളുടെ മുഖത്തിട്ട് ഒരൊറ്റ പൊട്ടിക്കൽ പൊട്ടിക്കുന്നുണ്ട്. ഈ മീരയുടെ മുഖം ഒന്നായിട്ട് ചുവന്നും തുടുക്കുന്നുണ്ട്. എടി, നീ എന്നെ അടിച്ചല്ലേ? നിന്നെ അടിച്ചാൽ മാത്രം പോരടി. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നന്ദു പ്ലീസ്, നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ആദർശേട്ടാ ഞാൻ ദയവ് ചെയ്ത് രണ്ടുപേരും ഒന്ന് പോവോ? ദേ മീരെ, നിന്റെ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യാൻ കഴിയില്ല. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി അടിപൊളി ട്വിസ്റ്റുകളാണ് കേട്ടോ. ദേവയാനി ഇത് അറിയുന്നൊക്കെ ഉണ്ട്. ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അടിപൊളിയാണ്. നന്ദു നേരെ അനന്തപുരിയിൽ കയറി ചെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ദേവയാനി ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതോടൊപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.